10ാം ധനകാര്യ കമ്മീഷനുമായി കേന്ദ്രത്തിൻ്റെ വിഹിതം വിതരണം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേന്ദ്ര വിഹിതങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ എല്ലാം ലഭിച്ചിരുന്ന തുകയുടെ അനുപാതം കണക്കാക്കിക്കൊണ്ടാണ് ഈ 15ാം ധനകാര്യ കമ്മീഷനിൽ അതേ വാദം തന്നെ നമ്മൾ ഉന്നയിക്കുന്നത്. അതിനുശേഷം നീതി ആയോഗ് വന്നതിന് ശേഷവും പിന്നീട് GST കൗൺസിൽ വന്നതിന് ശേഷവും നമ്മുടെ സംസ്ഥാനത്തിന് GST കുടിശ്ശികയുടെ ഭാഗമായി കിട്ടാനുള്ള തുക എന്തെങ്കിലും കിട്ടാനുണ്ടോ? അങ്ങനെ കിട്ടാനില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കിട്ടാനുണ്ട് എന്ന് ഇവർ പറയുന്ന തുക, സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന തുക 2022 മാർച്ച് മാസം 31-ാം തീയതിക്ക് മുൻപായി സംസ്ഥാന ഗവൺമെൻറ് ഇനം തിരിച്ച് ആവശ്യപ്പെടേണ്ട അപേക്ഷ സമർപ്പിക്കേണ്ട പണമാണ്. അങ്ങനെ സമർപ്പിക്കാൻ ഈ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് പറയാനുള്ള സാഹചര്യമുണ്ടായത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുന്നില്ല എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിച്ച് കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കർഷകർക്ക് കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഉയർന്നു വന്നപ്പോൾ കേന്ദ്രം പണം തന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് പിറ്റേ ദിവസം തന്നെ തിരുത്തി കേന്ദ്രത്തിൽ നിന്ന് പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയാത്തതാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഇത് തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലുണ്ടായത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണം കിട്ടിയില്ല എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തി, വെട്ടിക്കുറച്ചു എന്ന് പറയാനുള്ള ശ്രമം നടത്തി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ടെന്നും അത് കൊടുത്തിട്ടുണ്ടെന്നും അത് കൃത്യമായി വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് കൊടുക്കേണ്ട വകുപ്പുകളിലേക്ക്, കൊടുക്കേണ്ട ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് കൊടുത്ത് അത് വിതരണം ചെയ്യാൻ കഴിയാതിരുന്നതാണ് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏറ്റവും പുതുതായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കേരളത്തിന് 12,000 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടാനുണ്ട് എന്നുള്ളതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ GST കൗൺസിൽ വരുന്ന സമയത്തും അതുപോലെ തന്നെ കേരളത്തിന് കിട്ടേണ്ട നമ്മുടെ കടം എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടേണ്ട സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച സമയത്ത്, സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ വിഹിതം നിശ്ചയിച്ച സമയത്ത് GST വന്നതിന് ശേഷമുണ്ടായിട്ടുള്ള നഷ്ടപരിഹാരം, അതായത് നമ്മുടെ ബജറ്റിൽ ഉണ്ടായിട്ടുള്ള കമ്മി നികത്തുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള നഷ്ടപരിഹാരം, അത് കൊടുക്കുന്ന സമയത്ത് കേരളത്തിന് 5 വർഷക്കാലം കൊണ്ട് കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചത് 53,000 കോടി രൂപയാണ്. അത് 2022 കൂടി അവസാനിച്ചു. 2022 കൂടി അത് അവസാനിക്കുമ്പോൾ കേരളത്തിന് പണം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു തുക പോലും കിട്ടാനില്ല. മറ്റൊരു കള്ളപ്രചരണം നടത്തുന്നത് കേരളത്തിന് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? GDP-യുടെ 3% കടമെടുക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട്. കേരളം എത്രയാണ് എടുത്തിട്ടുള്ളത്? അങ്ങനെ വരുമ്പോൾ കേരളത്തിന് എടുക്കാൻ കഴിയുന്നത് 30,000 കോടി രൂപയാണ്. എക്സ്ഗ്രേഷ്യയായി കേരളമല്ല ഏത് സംസ്ഥാനത്തിനും ഒരു 0.5% കൂടി എടുക്കാം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കണക്കനുസരിച്ച് 5,000 കോടി കൂടി എടുക്കാം. അങ്ങനെ 35,000 കോടി എടുക്കാൻ കഴിയുന്നൊരു സംസ്ഥാനം 36,000 കോടി രൂപ ഇപ്പോൾ കടമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കടമെടുപ്പിൻ്റെ പരിധിയിൽ കേരളം കൂടുതലായി കടമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കണക്ക് പരിശോധിച്ചാലും പ്ലാനിംഗ് കമ്മീഷൻ്റെ, അതായത് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ സംവിധാനം പരിശോധിച്ചാലും പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിൽ എടുക്കേണ്ട കടത്തിൻ്റെ തോതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തി കഴിഞ്ഞാലും എല്ലാ സംസ്ഥാനങ്ങൾക്കും എടുക്കാൻ കഴിയുന്ന കടത്തിൻ്റെ തോതിനനുസരിച്ച് കേരളം എടുത്തിട്ടുള്ളത് അധിക തുകയാണ് എന്ന് വരികയാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള പരാതി അവിടെ ഒരു ഭാഗത്ത് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ല എന്ന് മാത്രമല്ല കേരളം അധിക തുക കടമെടുത്തുകൊണ്ട് കേരളം വലിയൊരു കടക്കണിയിലേക്ക് പോകുന്നതാണ്. ഞാനൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ശ്രീ അനിൽ നമ്പ്യാർ, ഇതിൻ്റെ തുടക്കം അവസാനിപ്പിക്കാം. ഒന്ന്, ഈ പ്രചരണം മുഴുവൻ നടക്കുന്ന സമയത്ത് അവർ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. ഇന്ന് മറിയക്കുട്ടി എന്ന് പറയുന്ന വല്യമ്മയുടെ കേസ് വന്ന സമയത്തും ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിച്ചത് അതാണ്. കേരളത്തിൽ അതിനുള്ള പണം കണ്ടെത്താനുള്ള സാഹചര്യം നിലവിലില്ല, സാമ്പത്തിക പ്രതിസന്ധിയെ കേരളം നേടുന്നു എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെയാണ് കേരളീയം പദ്ധതിക്ക് 27 കോടി രൂപ അനുവദിച്ചതിൻ്റെ കണക്കുകൾ നാളിതുവരെ പുറത്തുവിടാൻ കഴിയാത്തത്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ പണമുണ്ട്, സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല.